ഹലോ ഗായ്സ്, വെൽക്കം ടു ദിവ്യാസ് ബേക്സ് ആൻഡ് ഡേയ്സ്. നമുക്കിന്നൊരു ചോക്ലേറ്റ് മഗ് കേക്ക് ചെയ്താലോ? നമ്മുടെ കുട്ടികൾക്കെല്ലാം വെക്കേഷനല്ലേ, അപ്പം കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റഡ് ഉള്ള കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കാനും ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ മോൾക്ക് കുക്കിങ്ങിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അവളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ അതേ ഒരു കുക്കിംഗ് പരിപാടിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഒരു ഓവൻ പ്രൂഫായിട്ടുള്ള ഒരു മഗ്ഗാണ് വേണ്ടത്. മഗ് കേക്കിന് ആദ്യം വേണ്ട മഗ്ഗല്ലേ, അപ്പോൾ ഒരു ഓവൻ പ്രൂഫായിട്ടുള്ള ഒരു മഗ്ഗ് വേണം. ആദ്യം അതിനകത്ത് ചേർക്കേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ മൈദയാണ്. അതിപ്പോൾ ചേർക്കുന്നത് കണ്ടല്ലോ അല്ലേ. 4 ടേബിൾ സ്പൂൺ മൈദ ആദ്യം ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഷുഗറാണ്. ഷുഗർ ഞാനിവിടെ ചേർത്തേക്കുന്നത് പൗഡേർഡ് ഷുഗറാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് ഗ്രാനുലേറ്റഡ് ഷുഗറും ചേർക്കാം കേട്ടോ. പക്ഷേ നമ്മുടെ കുട്ടികളുടെ അളവ് വെച്ചിട്ടൊരു 3.5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നതാണ് നല്ലത്. കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ച് മധുരം ഉള്ളതായിരിക്കുമല്ലോ നല്ലത്. അപ്പം ഒരു 3.5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുക. പിന്നെ അടുത്ത ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ, അത്രയും മതി. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഓയിൽ നമ്മൾ ചേർക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം കേട്ടോ, അല്ലാതെ വെളിച്ചെണ്ണ ചേർക്കുകയേ ചെയ്യരുത്. നമ്മളൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം. കാരണം വെളിച്ചെണ്ണയ്ക്ക് അതിൻ്റേതൊരു സ്മെല്ലുണ്ട്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാണ്. പാല് ഞാൻ ഒരു 1/4 കപ്പ് ആദ്യം ചേർത്തു കേട്ടോ. 1/4 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ കട്ട കെട്ടി കിടക്കുന്നത് കണ്ടോ, അതെല്ലാം അലിയുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് തിക്നെസ് കൂടുതലാണെന്ന് തോന്നിയപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തു കേട്ടോ. അങ്ങനെ 5 ടേബിൾ സ്പൂണാണ് ചേർത്തത്. കണ്ടോ, ഇയാളാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതെൻ്റെ മോളും മാളുമാണ് കേട്ടോ. മാളൂട്ടിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് മെൽറ്റായിട്ട് ചോക്കോ ലാവ കേക്ക് പോലെ വേണം എന്നുള്ളവരാണെങ്കിൽ ഒരു നല്ലൊരു വലിയ പീസ് ചോക്ലേറ്റും കൂടി അതിനകത്ത് ഇടുക. 1 2 പീസായാലും കുഴപ്പമില്ല. നമ്മളതിനകത്ത് ഇട്ടിട്ട് കൂടുതൽ മിക്സ് ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. നമ്മുടെ സാധനം റെഡിയാണ്. ഇത്രയേ ഉള്ളൂ കുക്കിംഗ് ടൈം. പിന്നെ ബേക്ക് ചെയ്യാൻ വെക്കുക. ബേക്ക് ചെയ്യാൻ പ്രീ ഹീറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെക്കുക ഓവനിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. സാധനം റെഡി. നമ്മുടെ മഗ് കേക്ക് ഇത് റെഡിയായല്ലോ. എത്ര പെട്ടെന്നാണെന്ന് നോക്കിയേ. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എൻ്റെ മക്കൾ സ്ഥിരം കഴിക്കുന്നതാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര യമ്മിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോസും എൻ്റെ ഡേയ്സും ഒക്കെ കാണാൻ ഇനിയും കാണാം. അപ്പോൾ ഓക്കെ ദെൻ, ടാറ്റ ബൈ ബൈ.